ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. അതെ, ഈ രണ്ട് ടൈപ്പ് ഓഫ് അമ്മമാരെ കുറിച്ച് സംസാരിക്കാനാണ് പറഞ്ഞതും. ആദ്യം തന്നെ ഞാൻ ഇവരെ രണ്ടുപേരെ കുറ്റം പറയാനല്ല വന്നിട്ടുള്ളത് കേട്ടോ. അതായത് രണ്ട് ടൈപ്പ് ഓഫ് അമ്മമാരാണ്. അപ്പം നമ്മൾ ആരുമല്ല ഇവരുടെ കാര്യത്തിൽ ഇടപെടാൻ. അവനവർക്ക് അവൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എങ്ങനെ അവന്റെ മക്കളെ വളർത്തണം, മക്കളെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ എങ്ങനെ സെലിബ്രേഷൻ ചെയ്യണം, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് രണ്ടുപേരെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടുപേരെ കുറിച്ച് ഒരാളെ കുറിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള നല്ല കമന്റ്സും ഉണ്ട്, ഒരാളെ കുറിച്ച് നല്ല നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ ഈ രണ്ട് വ്യക്തികളെ കുറ്റം പറയാനല്ല വന്നത് കേട്ടോ. എന്റെ മനസ്സിൽ തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും ഒരു അമ്മയായതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ എങ്ങനെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ സെലിബ്രേഷൻ ചെയ്യണം, നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഇവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും. അപ്പൊ ആദ്യം തന്നെ ദിയ കൃഷ്ണ എന്ന ഒരു യൂട്യൂബറും നമുക്ക് എല്ലാവർക്കും അറിയാം ദിയ കൃഷ്ണ ആരാണെന്ന്. അതായത് ഓസി ടോക്കീസ്, നമ്മുടെ ചലച്ചിത്ര താരം നടൻ കൃഷ്ണകുമാറിന്റെ മകളിൽ ഒരാളാണ് ദിയ കൃഷ്ണ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തനി മലയാളി എന്ന ആ ഒരു യൂട്യൂബറും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ ഒരു ചേച്ചിയുടെ വീഡിയോ തനി മലയാളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ഒരു വീഡിയോ ആണ് തനി മലയാളി. യൂട്യൂബറാണ് തനി മലയാളി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. കാരണം ഒരു സാധാരണക്കാരി, പിന്നെ നമ്മുടെ മലപ്പുറംകാരിയാണ്. പിന്നെ എന്തോ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരെ കുറിച്ച് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ എങ്ങനെയൊക്കെ നോക്കണം, അതുപോലെ തന്നെ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെ സെലിബ്രേഷൻ ചെയ്യണം എന്ന് അവരവരുടെ കാര്യമാണ്. അവനവന്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു ദിയ കൃഷ്ണ എന്ന ഒരു വ്യക്തി കുഞ്ഞിന്റെ ബർത്ത്ഡേ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. ഹോട്ടൽ റൂം ഒക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു. അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു ഓക്കെ, ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഈ ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. അതായത് ദിയ കൃഷ്ണയുടെ ഭർത്താവിന്റെ അമ്മ വന്നിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അവനവന്റെ കാര്യമാണ് ആരെ വിളിക്കണം ആരെ വിളിക്കണ്ടെന്ന്. പക്ഷെ എന്താ, ഒരു കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച്, അത് ഇനി ആരും ആയിക്കോട്ടെ, എത്ര ചെറിയ പാവപ്പെട്ടവരായിക്കോട്ടെ, പൈസ ഉള്ളവരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആദ്യമായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഫസ്റ്റത്തെ ബർത്ത്ഡേ അത് നമുക്കൊരു ഗിഫ്റ്റും കാര്യങ്ങളും ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. നമ്മളെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് കേക്ക് കട്ട് ചെയ്ത്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവർക്ക് കാണുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇത്. പക്ഷെ ഇവിടെ ഈ ഒരു ദിയ കൃഷ്ണ പറയുന്ന നമുക്ക് ഇതൊന്നും ഇഷ്ടമില്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് ദിയ കൃഷ്ണ എന്ന വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, എങ്ങനെ കഴിക്കേണ്ടെന്ന്. പക്ഷെ ഒരു കുഞ്ഞിന്റെ ഒരു ബർത്ത്ഡേ വരുമ്പം ഇവിടെ നിങ്ങളുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്ത് സംഭവം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അത് അറിയേണ്ട ആവശ്യമല്ല. പക്ഷെ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ നടക്കുമ്പോൾ അച്ഛന്റെ വീട്ടുകാരും ഉണ്ടാവും, അമ്മയുടെ വീട്ടുകാരും ഉണ്ടാവും. വേറെ പുറമേന്ന് ആരും വിളിച്ചിട്ടില്ലെങ്കിലും അച്ഛന്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും ഉണ്ടാവും. ഇവിടെ ഈ ഒരു കുഞ്ഞിന്റെ അമ്മ, അതായത് ദിയയുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കണ്ടതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നെഗറ്റീവായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാവുക.
ഇനി നമ്മുടെ തനി മലയാളി, നമ്മളെ തനി മലയാളി ആയിട്ടുള്ള ആയിട്ട് ഒരു യൂട്യൂബർ നമ്മൾ കുഞ്ഞിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ചെയ്യുന്നത് കാരണം സൺഡേ ആണ് എല്ലാവർക്കും വരാൻ പറ്റുക. യുവിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആ ഫംഗ്ഷൻ വരണം എനിക്കൊരു ആഗ്രഹമുള്ളത് കാരണമാണ് സൺഡേക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ അവൻ ആലോചിക്കുക ഓർക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അവരുടെ ഒന്നും ഓർക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഞാനത് ഒരിക്കലും മറക്കാൻ പോകില്ല. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡേയ്സ് ഒന്ന് തന്നെയാണ് പേഷ്യനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം ഞാനിതൊന്നും ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. യുവി ജനിച്ചപ്പോൾ തൊട്ടിട്ട് ആ ആഴ്ച തൊട്ട് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു സന്തോഷമാണല്ലോ യുവിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ആ സന്തോഷം കുറച്ചു പേർക്കും കൂടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു നേരത്തെ ലഞ്ച് വിഭവസമൃദ്ധമായ സദ്യ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങൾക്കും അതേപോലെ കുറച്ച് അമ്മമാർക്കും നമ്മൾ ഇപ്പൊ നാട്ടിൽ വന്ന് അന്വേഷിച്ച് ഇതേപോലെ നമ്മുടെ ഒരു സന്തോഷമാണല്ലോ യുവിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ആ സന്തോഷം കുറച്ചു പേർക്കും കൂടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു നേരത്തെ ലഞ്ച് വിഭവസമൃദ്ധമായ സദ്യ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങൾക്കും അതേപോലെ കുറച്ച് അമ്മമാർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരുപാട് അന്വേഷിച്ച് ഏറ്റവും ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് ഒരുപാട് സന്തോഷമായിട്ടോ. ഒരു അമ്മ എന്ന നിലയിൽ ആ ഒരു സ്ത്രീ എത്രത്തോളം സന്തോഷവതിയാണ്, എത്രത്തോളം ഭാഗ്യവതിയാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാല്ലേ. കാരണം എന്താ, ആ ഒരു കുഞ്ഞ് ജനിച്ച് അത്രയും അധികം ഇഷ്ടപ്പെട്ട് ജനിച്ചതാണ് ആ കുഞ്ഞ്. യുവി പറഞ്ഞ കുട്ടി, ആ മോന്റെ പേര് യുവി എന്നാണ്. ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം വന്നിട്ട് ആ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. കാരണം ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അവൾക്ക് വേണ്ടപ്പെട്ട, അതായത് അവളുടെ അച്ഛന്റെ സൈഡും അമ്മയുടെ സൈഡും എല്ലാരെയും വിളിച്ച് സെലിബ്രേഷൻ ഒക്കെ നടത്തി. പിന്നെ ഇവിടെ പറയുന്നുണ്ട് തന്റെ മകന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന്. ആ മോന് അത് വലിയതാകുമ്പോൾ ഓർക്കുന്നോ ഉണ്ടോ എന്ന് അറിയില്ല എന്നും പറയുന്നുണ്ട്. കാരണം എന്റെ അഭിപ്രായം വലിയതാകുമ്പോഴും വലിയ കുട്ടിയാകുമ്പോ ഇത് അവർക്ക് ഓർമ്മയുണ്ടാവും എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ എത്രത്തോളം നമ്മുടെ അമ്മമാര് സ്നേഹിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി എത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുമല്ലോ. ഏറ്റവും ഉപരി അതല്ലേ മക്കൾക്ക് കൊടുക്കാവുന്നത്. സന്തോഷം അതാണല്ലോ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കുറ്റം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഏറ്റവും വലിയ ഗുണം അത് തന്നെയല്ലേ. മക്കൾ ചെറിയതാവുമ്പോൾ എടുത്ത വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ വലിയതാകുമ്പോൾ മക്കള് അത് കണ്ടാല് എത്രത്തോളം മാറ്റം വന്നതും നമ്മുടെ പാരന്റ്സ് ആ കുട്ടികൾക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്തതും എത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തതും ഒക്കെ നമുക്ക് അതിൽ കാണിക്കാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും മക്കൾ എത്ര വലിയതാണെങ്കിലും ആ കുട്ടി അത് ഓർത്തിരിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അത് മാത്രല്ല നമ്മുടെ അമ്മയും അച്ഛനും നമുക്ക് വേണ്ടി ആ കുട്ടി ചിന്തിക്കും എനിക്ക് വേണ്ടി അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛന്റെ വീട്ടുകാരും എൻ്റെ അമ്മയുടെ വീട്ടുകാരും എല്ലാവരും ഉണ്ടെന്ന് ആ കുഞ്ഞിനെ ചിന്തിക്കും. അപ്പൊ ആ കുഞ്ഞിനെ ഇത് പ്രൗഡാവും. അപ്പൊ തീർച്ചയായിട്ടും ഈ അഭിപ്രായത്തിനോട് എനിക്ക് 100% എനിക്ക് യോജിപ്പാട്ടോ. സന്തോഷം തന്നെ ഉള്ളു ഈ ഒരു വീഡിയോ കാണുമ്പോൾ. എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ ആവണമെന്നും ഞാൻ പിന്നെ ഇവിടെ പറയുന്നുണ്ട്. തന്റെ മകൻ ജനിച്ച മുതൽ ഒരു കുഞ്ഞിന്റെ എഡ്യൂക്കേഷനായിട്ട് സഹായിക്കുന്നുണ്ടെന്ന്. അത് ഏറ്റവും നല്ല ഹെൽപ്പായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരുപാട് വ്യക്തികളുണ്ട് പൈസ കൊണ്ട് ദൂർത്തടിക്കുന്നത്, ഒരുപാട് ആക്ടേഴ്സ്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അവർക്കൊന്നും തോന്നാത്ത ഒരു കാര്യം ഇവിടെ ഈ ഒരു തനി മലയാളി എന്ന യൂട്യൂബർക്കും അവിടെ ഫാമിലിക്കും കഴിയുന്നുണ്ടെങ്കിൽ അതായിരിക്കും അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം അതിനൊരു മനുഷ്യത്വം വേണം. ആ ഒരു മനസ്സുണ്ടെങ്കിൽ തന്നെ കൊടുക്കാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ തന്റെ കുഞ്ഞ് ജനിച്ച ആ സന്തോഷം കൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ കൊടുക്കും എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യമാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ മകന്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ആയിട്ട് കുറച്ച് അമ്മമാർക്കൊക്കെ ഫുഡ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് എന്തൊരു നല്ല കാര്യം അല്ലെ. ഇതൊക്കെ വളരെയധികം ആ മകനെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ആ കുട്ടി വളർന്നു വരുമ്പോൾ അമ്മയും അച്ഛനും ഇങ്ങനെയാണ്, എല്ലാരെയും സഹായിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അതുപോലെ തന്നെ ആ മകനും അത് കണ്ടു പഠിക്കും. ആ മകനത് പ്രൗഡായിട്ട് തോന്നുകയുള്ളൂ. എൻ്റെ അച്ഛനമ്മ ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ ആ കുഞ്ഞിന്റെ മനസ്സും അതുപോലെ തന്നെ ആയി തീരുള്ളൂ. കാരണം നമ്മൾ മാത്രമല്ലോ, നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ അവരെയൊക്കെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് കൂടെ ഇതിൽ നമ്മൾ കാണുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഞാനൊരു വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ, കണ്ടുവരാം. ഒക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു.
വിളിക്കുന്നു, അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു 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 കോലാഹലം. ഓക്കെ, നമ്മളിവിടെ ഇപ്പൊ ഒരു വീഡിയോ കണ്ടല്ലോ, അതായത് ഈ ഒരു ദിയ കൃഷ്ണന്റെ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരെ കുറ്റം പറയാൻ വന്നതല്ല, പക്ഷെ ഒരഭിപ്രായം പറയാൻ നമുക്ക് നമ്മുടെ ഒരാളെ വേദനിപ്പിക്കാതെ ഒരു അഭിപ്രായം പറയാൻ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എല്ലാവരോടും പറയണം, അതാണ് കേട്ടോ എൻ്റെ ഒരു ഇത്. അപ്പൊ ഞാൻ അതുവേണ്ടി മാത്രം പറയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ദിയ കൃഷ്ണ എന്ന വ്യക്തിക്ക് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അവൾക്ക് അവളുടേതായിട്ടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ വേണ്ടപ്പെട്ടവരൊന്നും ഇല്ലാതെ അവർ മാത്രം ചെറിയൊരു ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പൈസ ഇല്ലാതെ തന്റെ മക്കളെ ഒരു ഗതി ഇതുകൂടി ഇല്ലാത്ത ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ സെലിബ്രേഷൻ ചെയ്യാൻ കഴിയാത്തവരൊക്കെ. പക്ഷെ ഈ സെലിബ്രേഷൻ കഴിക്കാൻ കഴിവുള്ളവരൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാല്ലേ? മോശമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം ഞാൻ കുറ്റം പറയല്ല, പക്ഷെ അവർക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അറിയപ്പെടുന്ന ഒരു സിനിമ നടനാണ്, സിനിമ നടന്റെ മക്കളാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് യൂട്യൂബ് 4 പേര് എല്ലാവരും യൂട്യൂബറാണ്. അപ്പൊ യൂട്യൂബിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുന്നത് മൂലം ഒരു അഹങ്കാരത്തിന് പുറത്തല്ലേ എന്നൊരു തോന്നൽ എനിക്കുണ്ട് കേട്ടോ. കാരണം ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, ഞാൻ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവർ മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഞാനൊക്കെ എൻ്റെ മക്കളെ സെലിബ്രേഷൻ നമ്മൾ വിളിക്കുമ്പോൾ പ്ലാൻ ചെയ്യും. ഞാനും ഹസ്ബൻഡ് വീട്ടുകാരൊക്കെ ഇരുന്ന് പ്ലാൻ ചെയ്യും, നമുക്ക് ആരൊക്കെ വിളിക്കണം. അതായത് ഏട്ടന്റെ ഫാമിലിയിൽ എല്ലാവരും വേണം, എൻ്റെ ഫാമിലിയിൽ എല്ലാവരും വേണം. എൻ്റെ ഏട്ടന്റെ ഫാമിലിയിൽ എല്ലാവരും വരുന്ന പോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും വരണമെന്ന് ഞാനും എൻ്റെ ഏട്ടനും ഇവിടെ ഉള്ളവരൊക്കെ ആഗ്രഹിക്കും. അത് എല്ലാവരും മൈൻഡ് സെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരും എല്ലാവരും വിളിക്കും. അവരൊക്കെ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്താൽ നമുക്ക് സന്തോഷമുള്ളൂ. കാരണം കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ദൈവം തന്നെ ഒരു അനുഗ്രഹമല്ലേ. കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ട്. കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊന്നു പോലെ നോക്കി അവരുടെ ആഗ്രഹങ്ങൾക്ക് വളർത്തുന്നു. ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് ഇനി പാവപ്പെട്ടവരായിക്കോട്ടെ പണക്കാരായിക്കോട്ടെ, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ എല്ലാ പ്രത്യേക ദിവസങ്ങളും നമ്മളത് വളരെ ഭംഗിയാക്കാൻ നമ്മൾ ആലോചിക്കുള്ളൂ. നമ്മളുടെ എല്ലാവരെയും വിളിച്ചു വരുത്തി നമ്മൾ അത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അപ്പോ ഈ ഒരു അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാരണം ഇത്രയും ഉള്ള ആൾക്കാരല്ലേ, പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ പറയുന്നത് വലിയ ഒരു ഇതാണ് കേട്ടോ. കാരണം അവരുടെ ഫാമിലി മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അവന്റെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അധികം ചെലവാന്നൊക്കെ പറയുമ്പോൾ അപ്പൊ പൈസ ഇല്ലാത്തവരൊക്കെ എന്താ ചെയ്യുക അല്ലെ? 4 മക്കളുടെ എല്ലാ ബർത്ത്ഡേയും വളരെയധികം സെലിബ്രേഷൻ ചെയ്യുന്നതാണ്. അവിടെ ഒക്കെ പോയാൽ ഫ്രണ്ട്സിന്റെ ഒപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലിബ്രേഷൻ ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് കുറവായി പോയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. ഓക്കെ, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് അവളുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇത്രേ ഉള്ളൂ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് അച്ഛന്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും വേണം. ആ കുഞ്ഞ് പൂർണ്ണ സന്തോഷവതി അല്ലെങ്കിൽ സന്തോഷവാനും ആകണമെങ്കിൽ അവരുടെ 2 വീട്ടുകാരും വേണം. ഈ ഒരു സന്തോഷമല്ലേ ആ കുട്ടികൾക്ക് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ പറ്റിയൊരിത്. നമ്മുടെ അച്ഛനമ്മമാർ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ ജീവിതം കാണിച്ചു കൊടുക്കുന്നു, അതുപോലെ തന്നെ ആയിരിക്കും നമ്മളെ കുട്ടികളും അത് കണ്ടു വളരുക. അപ്പൊ നമ്മുടെ പാരന്റ്സിനെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നതോ റെസ്പെക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ മക്കളും അത് കണ്ടു പഠിക്കുകയുള്ളൂ അല്ലെ? അപ്പൊ നമ്മുടെ എല്ലാ മക്കളുടെ സെലിബ്രേഷനും എല്ലാം നമ്മൾ ആഘോഷിക്കും. സെലിബ്രേഷൻ ഒന്നും നമ്മൾ ചെയ്യില്ല. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ, നമ്മുടെ മക്കളുടെ ഫസ്റ്റ് ബർത്ത്ഡേ വരുമ്പോൾ അവൻ എന്തായാലും നമ്മൾ ആഘോഷിക്കും, എല്ലാവരെയും വിളിക്കും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് എല്ലാ സെലിബ്രേഷനിലും നമ്മുടെ പാരന്റ്സിന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിന്റെ അമ്മയുടെ സൈഡിലാണെങ്കിലും അച്ഛന്റെ സൈഡിലാണെങ്കിലും നമ്മളെ പാരന്റ്സ് അത്രയധികം ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ 2 പേരെ കുറ്റം പറയാനും കാര്യത്തിനോ വന്നതല്ല. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ഇതിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇവരുടെ കുറിച്ച് ഇങ്ങനെ കണ്ടു, അവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കണ്ടു. അപ്പൊ ഞാനൊന്ന് റിയാക്ഷൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടോ, എനിക്കൊന്ന് റിയാക്ഷൻ ചെയ്യണം വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 2 ടൈപ്പ് സ്വഭാവമുള്ള അമ്മമാരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ട്, വ്യക്തിത്വം ഉണ്ട്, സ്വാതന്ത്ര്യം ഉണ്ട്, എങ്ങനെ ആവണം ഇതൊക്കെ. അപ്പൊ ഞാൻ എനിക്ക് പറയാവുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ.